നമസ്കാരം. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസം 1600 പകരം 3200 രൂപയാണ് വിതരണം ചെയ്യുക. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ തുക ഒരുമിച്ച് നൽകുകയാണ്. എല്ലാ മാസവും അവസാനം ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നവംബർ അവസാനം ലഭിക്കേണ്ട തുക ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ ആ ഒരു തുക കൂടി ചേർത്ത് 3200 രൂപ വീതം വിതരണം ചെയ്യും. 62 ലക്ഷത്തോളം ആളുകൾക്ക് ഈ സഹായം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ സർക്കാർ പെൻഷൻ പരിശോധനയുടെ ഭാഗമായി വിവിധ നടപടികൾ ആരംഭിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ ആനുകൂല്യങ്ങൾ വാങ്ങിയതായി കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതിയ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആഡംബര വീടുകൾ, വാഹനങ്ങൾ എന്നിവയുള്ളവർ പോലും സർക്കാരിന്റെ 1600 രൂപ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തി. പെൻഷൻ വാങ്ങിയവരെല്ലാം തന്നെ പലിശയടക്കം സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്ന നോട്ടീസ് ഇവർക്ക് ലഭ്യമായി കഴിഞ്ഞു. അനർഹമായി ആനുകൂല്യങ്ങൾ നിരവധി പേർ വാങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തിയതുകൊണ്ട് തന്നെയാണ് പരിശോധനകൾ ശക്തമാക്കുന്നത്. വീടുകളിൽ നേരിട്ടെത്തിയുള്ള പരിശോധനയ്ക്ക് പകരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി അത്തരം സംശയമുള്ള വീടുകളിലാണ് പരിശോധന ആരംഭിക്കുക. വീടുകളിൽ AC ഉള്ളവർ, വാഹനമുള്ളവർ, വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് പരിശോധന ആരംഭിക്കുക. മോട്ടോർ വാഹന വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് നിയമം നടപ്പാക്കുക. അനർഹരാണെന്ന് കണ്ടെത്തുന്നവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും. സാമ്പത്തിക പുരോഗതിയുള്ളവരെയാണ് നിലവിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് ബാധകമല്ല. ഇതോടൊപ്പം തന്നെ മാസാമാസം മസ്റ്ററിംഗ് നടത്തുന്ന പ്രത്യേക സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അത് നിലവിൽ നടപ്പാക്കുക കിടപ്പ് രോഗികൾക്കാണ്. അതായത് വീടുകളിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് മാസാമാസം കൈകളിൽ പെൻഷൻ നൽകുന്ന രീതിയാണ് ഉള്ളത്. പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാലും പെൻഷൻ വാങ്ങുന്ന രീതിയിൽ തട്ടിപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം നിർബന്ധമാക്കുന്നത്. മൊബൈൽ വഴിയോ പ്രത്യേക സംവിധാനം വഴിയോ ഗുണഭോക്താവിന്റെ ഫേസ് സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് നടത്തുന്ന രീതിയായിരിക്കും. വീട്ടിൽ പെൻഷൻ എത്തിക്കുന്ന മുറക്ക് തന്നെ മസ്റ്ററിംഗും പൂർത്തീകരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം വാർഷിക മസ്റ്ററിംഗ് തന്നെയാണ് നടപ്പാക്കുക. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് 60,000 മുൻഗണനാ കാർഡുകൾ കൂടി വിതരണം ചെയ്യുന്നു. ഇതിനായി ഭക്ഷ്യവകുപ്പ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 12,000 മഞ്ഞ കാർഡുകളും 48,000 പിങ്ക് കാർഡുകളുമാണ് വിതരണം ചെയ്യുക. അക്ഷയ കേന്ദ്രം വഴി ഡിസംബർ 10 വരെ അപേക്ഷ വെക്കാം. പരിശോധിച്ച് കാർഡുകൾ അനുവദിക്കും. അനർഹരായ കാർഡുടമകൾ സറണ്ടർ ചെയ്ത കാർഡിന് പകരമാണ് വിതരണം. അനർഹരെ കണ്ടെത്താൻ ഭക്ഷ്യവകുപ്പ് നടത്തിയ ഓപ്പറേഷൻ യെല്ലോ പരിശോധനയിൽ 1.75 ലക്ഷം കാർഡുകൾ കണ്ടെത്തിയിരുന്നു. സർക്കാർ ജീവനക്കാർക്കും ആദായ നികുതി അടക്കുന്നവർക്കും മുൻഗണനാ കാർഡുള്ളതായി കണ്ടെത്തി. 8 കോടി രൂപയാണ് പിഴ ഈടാക്കിയത്. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, 25,000 രൂപയിൽ കൂടുതൽ മാസവരുമാനമുള്ളവർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വലിപ്പമുള്ള വീടുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ പുരയിടമുള്ളവർ, ആദായ നികുതി അടക്കുന്നവർ, 4 ചക്ര വാഹനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ല. മുൻഗണനാ കാർഡുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. 3 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി റേഷൻ ഭക്ഷ്യധാന്യം വാങ്ങിയില്ലെങ്കിൽ മുൻഗണനാ കാർഡുകാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ റേഷൻ കടകളിൽ എഴുത്തു നൽകണം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.